അർജുന്റെ സിസ്റ്റർ അവിടെ ജിൻഡോയും അർജുനെയും കൂട്ടിക്കൊണ്ട് ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്യാനുള്ള പുറപ്പാടിലാണ്. പ്രാങ്ക് ചെയ്യാനായിട്ട് ആരെ പ്രാങ്ക് ചെയ്യണം, ആരെ അവിടെ പ്രകോപിപ്പിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിൻഡോ കുറെ ഐഡിയകൾ പറയുന്നുണ്ട് സിസ്റ്റർ അടുത്ത്. അവിടെ അർജുനെയാണ് ഐഡിയകൾ കിട്ടാത്തത്. സിസ്റ്ററും അവിടെ ജിൻഡോയും കൂടിയിട്ട് ഒരുപാട് പ്ലാനുകൾ അവിടെ ചെയ്യുന്നുണ്ട്. ആരെ പ്രകോപിപ്പിക്കണം, അവിടെ അവർക്ക് ഋഷിയാണ് വീഴ്ത്താനായിട്ട് കൂടുതൽ നല്ലത് എന്ന് തോന്നുന്നത്. ഋഷി പെട്ടെന്ന് ചൂടാവുമല്ലോ, അപ്പൊ ഋഷിക്കിട്ട് കൊടുക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പൊ ഋഷിയുടെ മുടി വെട്ടാമെന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ, അപ്പൊ അർജുൻ പറയുന്നുണ്ട്, അയ്യോ അത് വേണ്ട, ഋഷിയുടെ മുടി വെട്ടണ്ട, ഇന്ന് ചൊവ്വാഴ്ചയാണ്, അവൻ അക്കാര്യത്തിൽ ഭയങ്കര ഇതുള്ള ഒരാളാണ്, അവനെ വിഷമിപ്പിക്കണ്ട, അവൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവനെ ഭയങ്കരമായിട്ട് ഹേർട്ടാവും, ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് അർജുൻ. അർജുന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ആരും ഹേർട്ട് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ചെയ്യുന്ന ഒരാളാണ് അർജുൻ. അങ്ങനെയാണ് ക്യാരക്ടറും തോന്നുന്നു. ഇവിടെ സിസ്റ്റർ വന്നിട്ട് നമുക്ക് പറയുന്നുണ്ട്, നമുക്ക് ചെറുതായിട്ടൊന്ന് വെട്ടാമെന്ന് പറയുന്നുണ്ട് സിസ്റ്റർ. ജിൻഡോയും പറയുന്നുണ്ട്, പക്ഷെ അർജുൻ പൊടിക്ക് സമ്മതിക്കുന്നില്ല അവിടെ വെട്ടാനായിട്ട്, ഋഷിയുടെ മുടി വെട്ടണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ നേരമായിട്ട് അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു അടിപൊളി പ്രാങ്ക് ആക്കണം എന്നുള്ള പ്ലാനിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വിജയിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. ജിൻഡോ ഫുള്ളായിട്ട് അതിലേക്ക് വീണുകൊണ്ടിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത്, എന്ത് പ്ലാനിങ് ആണ് നടത്തേണ്ടതെന്ന്. ജിൻഡോ ചൂടായാലേ അവിടെ സീൻ വഷളാവുള്ളൂ എന്ന് അറിയാം. അതുകൊണ്ടാണ് അവിടെ ഫാമിലിയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് അവിടെ ഒരു സീൻ ഉണ്ടാവുമ്പോൾ അത് ഒറിജിനലായിട്ട് ഫീൽ ചെയ്യണമല്ലോ, അത് പ്രാങ്ക് ആണെന്ന് തോന്നാതെ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിങ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം.